നമ്മൾ അത്യാവശ്യം ഹൈ സ്പീഡ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിരുന്നാണ്ടല്ലോ. ജസ്റ്റ് ഇവിടെ ഒന്ന് വണ്ടിയുടെ 0 to 100 കൂടെ ഒന്ന് കാണിച്ചു തരാം. This is Kochimachan and welcome back to another vlog. അപ്പം ഞാനിപ്പോൾ നിൽക്കണം ബാംഗ്ലൂർ കേട്ടോ. ബാംഗ്ലൂർ റോഡുകളിൽ കുറച്ച് അടിച്ച് പറപ്പിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടി എൻ്റെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്നുള്ളത് നമ്മുടെ ഏറ്റവും പുതിയ RC200 ആണ്. ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ വിത്ത് ദ ഓൾഡ് വേരിയൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന റൈഡ് വീഡിയോ ആയിരിക്കും, ഒരു റൈഡ് റിവ്യൂ ആയിരിക്കും. ഏകദേശം 3 ദിവസമായി വണ്ടി, ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഞാൻ ഇന്ന് വണ്ടി തിരിച്ചു കൊടുക്കും. 200 കിലോമീറ്റർ പ്ലസ് എനിക്ക് ഓടിക്കാൻ പറ്റിയിട്ടുണ്ട് ഇവിടുത്തെ ഹൈവേയിലും സിറ്റിയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓടിച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയി ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ RC200. ഇതിൻ്റെ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള വാക്ക് അറൗണ്ട് വീഡിയോയും കാര്യങ്ങളും കമ്പാരിസൺ വീഡിയോ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് പോയി കാണാം. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. ഒരു ഫുൾ LED ഹെഡ് ലാംപ്സ് വിത്ത് DRLs, LED ഇൻഡിക്കേറ്റേഴ്സ്, ഫുള്ളി ന്യൂലി ഡിസൈൻഡ് മിറേഴ്സ്, ന്യൂലി ഡിസൈൻഡ് വണ്ടി എന്ന് തന്നെ വേണം പറയാം. ഫ്രണ്ടിൽ അപ്പെക്സിൻ്റെ സസ്പെൻഷൻ, നമുക്ക് ഒരു 320mm ഡിസ്ക് ബ്രേക്സ് വന്നിട്ടുണ്ട്. പിന്നെ കാണാം സൈഡിൽ എഞ്ചിൻ കുറച്ച് എക്സ്പോസ്ഡ് ആണ്. പിന്നെ അതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി 13.5 ലിറ്റേഴ്സ് ആയിട്ടുണ്ട്. അതായത് ടാങ്ക് കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്, 9.5 13.5 ആയിട്ടുണ്ട്. സീറ്റും നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല കംഫർട്ടബിൾ സീറ്റാണ്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ, മച്ച് ബെറ്റർ ദാൻ ദ ഓൾഡ് RC എന്ന് തന്നെ വേണം പറയാം. നിങ്ങൾക്കാണ് MRFിൻ്റെ ടയേഴ്സാണ് വന്നേക്കുന്നത്. നമുക്ക് അണ്ടർബെല്ലി എക്സോസ്റ്റ് തന്നെയാണ്. നമുക്ക് അലോയുടെ വെയിറ്റും കൂടെ കുറച്ചിട്ടുണ്ട്. 10 സ്പോക്ക് അലോയിൽ നിന്ന് 5 സ്പോക്ക് അലോയ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ സ്പ്രോക്കറ്റിൻ്റെ വെയിറ്റും കുറച്ചിട്ടുണ്ട്. ബാക്കി എഞ്ചിൻ സൈഡൊക്കെ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമൊന്നുമില്ല. ബാക്കിൽ മോണോഷോക്ക് സസ്പെൻഷനും കാര്യങ്ങളും. ഞാൻ ആദ്യം തന്നെ എക്സോസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. എക്സോസ്റ്റിന് മുമ്പ് ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഇതാണ് ക്ലസ്റ്റർ, 250 വന്നേക്കുന്നത് അതേ ക്ലസ്റ്റർ. അത്യാവശ്യം നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലസ്റ്ററാണ്, വലുതാണ്, നല്ല വിസിബിൾ ആയിട്ടുള്ളൊരു ക്ലസ്റ്റർ കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിക്കാം. എന്താ നല്ല രസമുണ്ട് കേട്ടോ സൗണ്ട്. ആ പഴയ ഒരു KTM ഇല്ല, ആദ്യം ഇറങ്ങിയ KTM, അതിനെക്കാട്ടും കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് ഈ ഒരു പുതിയ RC200 എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടിമേ കയറി പോകാമല്ലേ. വണ്ടിമേ കയറി ഇരിക്കുമ്പോൾ എൻ്റെ ഹൈറ്റ് 5'6" ആണ്. എനിക്ക് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുട്ടാണ്, വേണം ഫ്ലാറ്റ് ഫുട്ട് ആക്കാൻ വരണം. ബാക്ക് സസ്പെൻഷൻ്റെ കയറിയിരിക്കുമ്പോൾ തന്നെയാണല്ലോ ബാക്ക് സസ്പെൻഷൻ താന്നു. ഞാൻ കമ്പാരിസൺ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായി, പഴയതും പുതിയതും തമ്മിൽ നമുക്ക് ആദ്യം വ്യത്യാസം തോന്നാൻ പോണതും സീറ്റായിട്ട് കുറവായിട്ട് തോന്നാൻ പോകുന്നതും ഈ സസ്പെൻഷൻ കാരണമായിരിക്കും. കാരണം സസ്പെൻഷൻ കയറി ഇരിക്കുമ്പോൾ തന്നെ അതങ്ങ് താന്നു പോകുന്നു കേട്ടോ. ഇന്ന് സൺഡേയും കൂടെയാണ്, അപ്പോൾ ഇന്ന് സൂപ്പർ സൺഡേ ആട്ടോ ഇവിടെ. വാവ്, ഇതിൽ കൂടുതൽ എന്തല്ലേ വേണ്ടേ, നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. കണ്ടോ, അതാണ് ഈ വണ്ടിയുടെ ഒരു പെർഫോമൻസ് കേട്ടോ. വണ്ടിയുടെ പെർഫോമൻസ് എനിക്ക് കൂടുതലും ആ ഒരു ഇനീഷ്യലൊക്കെ നല്ല അടിപൊളിയാണ്. ഇനീഷ്യലി വണ്ടി നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്, 100 വരെയൊക്കെ പെട്ടെന്ന് എത്തുന്നുണ്ട് ആൻഡ് കംഫർട്ടബിളി എത്തുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് ആ ഒരു 90-100 ക്രൂസ് ചെയ്ത് ഇങ്ങനെ പിടിക്കാട്ടോ, ഒരു കുഴപ്പമില്ലാണ്ട്. ആൻഡ് യെസ്, യു ക്യാൻ ടൂർ ഓൺ ദ RC. എനിക്ക് തോന്നണു ഇനി നമുക്ക് ശരിക്കും പഴയ RCയിലും ടൂർ ചെയ്യുന്ന ആൾക്കാരുണ്ടായി അല്ലേ. പഴയ RCയിലായാലും ആൾക്കാർ ടൂർ ചെയ്യും, ആൾക്കാർ ഓൾ ഇന്ത്യ എല്ലാം അടിച്ചിട്ടുണ്ട് പഴയ RCയിൽ. ബട്ട് അങ്ങനെ അടിച്ചവർക്ക് ഈ വണ്ടിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. മിക്കവാറും പഴയ RC വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ റേസ് ആയിട്ടുണ്ട്, കുറച്ചും കൂടെ പഴയതിനെക്കാട്ടും കുറച്ചും കൂടെ നമ്മൾ അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പഴയ റൈഡിങ് പൊസിഷൻ വേണമെങ്കിൽ നമുക്കിത് 10mm താഴത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇത് താത്താൻ പറ്റും. അങ്ങനെ താത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അഗ്രസീവായിട്ടിരിക്കാം. ഇത് അത്യാവശ്യം അഗ്രസീവ് ആണ്, ഇല്ലയെന്നല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കട്ട നല്ല അടിപൊളിയായി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം, നല്ല സൂപ്പർ റൈഡിങ് പൊസിഷൻ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞാൽ പഴയ RCനെക്കാട്ടും കംഫർട്ടബിൾ ആണ്. പഴയ RC ഒക്കെ ഓടിക്കുന്നവർക്ക് ഇത് ശരിക്കും നല്ലൊരു വ്യത്യാസം തോന്നും. ഇറ്റ്സ് മച്ച് അപ്രൈറ്റ്, നമുക്ക് നല്ല ഈസി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരുന്ന് ഓടിക്കാം. കംഫർട്ടിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും സസ്പെൻഷൻ്റെ കാര്യത്തിലേക്ക് പോകാം. സസ്പെൻഷൻ, ഫ്രണ്ട് സസ്പെൻഷൻ ഇറ്റ്സ് ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ ഡാമിങ് നടക്കുന്നുണ്ട്. അത്ര ഹാർഡോ അത്ര സോഫ്റ്റും അല്ല ഫ്രണ്ട് സസ്പെൻഷൻ. ബട്ട് ബാക്ക് സസ്പെൻഷൻ അത്യാവശ്യം സോഫ്റ്റാണ്. ആ സോഫ്റ്റ്നെസ് കാരണം നമുക്ക് കംഫർട്ട് കൂടുതലുണ്ട്. ബട്ട് കോർണറിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ഒരു ബാക്കിൽ ഇങ്ങനെ കിടന്ന് ചാടി കളിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ ചെറിയൊരു കോൺഫിഡൻസ് കുറവുണ്ട്. ടയേഴ്സ് ആയാലും ഇറ്റ്സ് ഓക്കെ, MRFിൻ്റെ ടയേഴ്സാണ്, കുഴപ്പമില്ലാത്തൊരു ടയറാണ്.
ഓക്കെ എന്നുള്ളൂ. അത്ര അടിപൊളി ടയർന്ന് ഞാൻ പറയാനില്ല. ബട്ട് റോഡ് പെർഫോമൻസ് ഈസ് ഗുഡ്. വെറ്റ് കണ്ടീഷനിൽ അങ്ങനെ ഓടിച്ച് നോക്കാൻ പറ്റിയിട്ടില്ല. റോഡ് പെർഫോമൻസ് എനിക്ക് കുഴപ്പമില്ലാണ്ട് തോന്നി, നല്ല പെർഫോമൻസ് ആണ്. ബ്രേക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ബാക്ക് ബ്രേക്ക് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഫ്രണ്ട് ബ്രേക്ക് അടിപൊളിയാണ്, നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, നല്ലൊരു ബ്രേക്കിംഗ് പെർഫോമൻസ് നമുക്ക് ആ ഒരു ഫ്രണ്ട് ബ്രേക്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് എനിക്ക് ഇതിൻ്റെ സീറ്റിനെ പറ്റിയാണ് പറയാനുള്ളത്. സീറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആണ്, നല്ല കുഷൻഡ് ആയിട്ടുള്ള സീറ്റാണ്. നമുക്ക് നല്ല കംഫർട്ട് വരും ലോങ് റൈഡ്സ് ഒക്കെ പോവുകയാണെങ്കിലും. പില്ലിയൻ സീറ്റിൻ്റെ കംഫർട്ടും കുഷനിങ് ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഞാൻ ഒരു പില്ലിയനെ ഇരുത്തി ഓടിച്ചായിരുന്നു. പെട്ടെന്നൊരു ബ്രേക്ക് ഇട്ടപ്പോൾ എൻ്റെ സീറ്റിൽ ഞാൻ പില്ലിയനെ കണ്ടു. പില്ലിയൻ നോക്കുമ്പോൾ ഒരു സീറ്റിൽ 2 പേര് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കംഫർട്ട് ഉണ്ട്, ഇരിക്കാനൊക്കെ കംഫർട്ടാണ്. ബട്ട് ആ ഒരു എന്താ പറയുക, കുറച്ച് ആനപ്പുറത്ത് കയറിയിരിക്കുന്ന പോലെ ആ ഒരു ഫീല് ഇപ്പോഴും ഈ RC-ക്ക് ഉണ്ട് കേട്ടോ. ഇത് പഴയ RC വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബൾക്കിയർ ആയിട്ടുണ്ട്, കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ സൈസ് കൂടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആംഗിൾ നോക്കുമ്പോൾ നല്ല രസമായിട്ടോ വണ്ടിയാണ്, നല്ലൊരു ഭംഗിയുണ്ട് വണ്ടി ഇരിക്കുമ്പോൾ തന്നെ. പിന്നെ ഇത് മെറ്റൽ പീസ്, ഇത് പ്ലാസ്റ്റിക് പീസ്. ബാറ്ററി വന്നേക്കണേ ഇവിടെയാണ്, ഇവിടെ അല്ല ബാറ്ററി, ഇപ്പോൾ ബാക്കിലോട്ടാണ് ബാറ്ററി വന്നേക്കണേ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഈ സൈഡൊക്കെ കുറച്ചും കൂടെ ആ ഒരു ബൾക്കിയറായി, കുറച്ചും കൂടെ സൈസ് വെച്ചു. ഷാർപ്പർ എഡ്ജസ് കുറഞ്ഞിട്ടുണ്ട്, മോർ കേവി എഡ്ജസ് ആണ്. പിന്നെ ക്ലസ്റ്റർ അത്യാവശ്യം നല്ല വിസിബിൾ ആണ്, നല്ല വലിയ ഒരു ക്ലസ്റ്റർ ആണ്. അതിൻ്റെ ആ ഫോണ്ടുകളായാലും എല്ലാം നല്ല വലുതാണ്, നമുക്ക് നല്ല രീതിയിൽ വിസിബിൾ ആണ്, നല്ല രീതിയിൽ മനസ്സിലാവുകയും ചെയ്യും കേട്ടോ എല്ലാ കാര്യങ്ങളും. പിന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ഒന്നുമല്ല, നോർമൽ ലിവേഴ്സ് തന്നെയാണ്. പിന്നെ വേണമെങ്കിൽ ഇവർക്ക് ഇവിടെ നമ്മുടെ ഹസാർഡ് സ്വിച്ച് ആഡ് ചെയ്യായിരുന്നു. ആൻഡ് മിറേഴ്സ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത മിററാണ്, നല്ല വിസിബിലിറ്റി ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അത്യാവശ്യം നല്ല നമ്മളെ കൈ വന്നാലും അതിൻ്റെ അപ്പുറത്തോട്ട് ഇനിയും സ്ഥലമുണ്ട് നമുക്ക് കാണാൻ. അത്രയും വലിയ മിറേഴ്സാണ്, അത്രയും നല്ല വിസിബിലിറ്റി തന്നെ ഒരു റിയർ വ്യൂ മിറേഴ്സാണ് ഇതിന് ഇട്ടേക്കണേ. പിന്നെ ഹെഡ് ലാമ്പിൻ്റെ കാര്യം, രാത്രി ഞാൻ ഓടിച്ചു, ഹെഡ് ലാമ്പ് ഓക്കെ ആണ്, അത്ര അടിപൊളി എന്ന് പറയാനില്ല, നല്ല അത്യാവശ്യം ബ്രൈറ്റാണ്. നമ്മൾ എന്താ പറയുക, കുറേ വണ്ടികളിലൊക്കെ ഓടിക്കുമ്പോൾ നമ്മുടെ ലൈറ്റ് അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാം. വണ്ടിക്ക് ലൈറ്റ് ഉണ്ട്, എൻ്റെ വണ്ടിയുടെ ലൈറ്റാണ് കാണുന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഇരുട്ടായിട്ടുള്ള റോട്ടിൽ ഓടിക്കുകയാണെങ്കിൽ നല്ല ബ്രൈറ്റാണ്, നല്ല വെട്ടമുണ്ട്. പക്ഷേ അതാണ്, കൂട്ടത്തോടെയൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് കൂടെ ലൈറ്റ് ആവായിരുന്നു എന്നൊക്കെ തോന്നും. ഓക്കെ, ഓപ്പൺ റോഡ്. നമ്മൾ അത്യാവശ്യം ഹൈ സ്പീഡ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിരുന്നാണല്ലോ, അപ്പോൾ നമുക്ക് ഈ ഒരു വൈസറിൻ്റെ നല്ല രീതിയിൽ ആ ഒരു വിൻഡ് പ്രൊട്ടക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ശരിക്കും വണ്ടിക്ക് അകത്തിങ്ങനെ ഇരുന്ന് ഓടിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബോഡി ഫുള്ളായിട്ട് വണ്ടിക്ക് അകത്തിരുന്നോളും. അതേപോലെയാണ് ഇതിൻ്റെ ഫെയറിങ്ങും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതേ ആവറേജ് ഫ്യൂൽ എക്കണോമി 41 km/L ആണ് ഇപ്പോൾ കാണിച്ചേക്കണേ. 41 ഒക്കെ കിട്ടും ഇങ്ങനെ ഓടിക്കുക. 65 ഓടിക്കണം, കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു 65-70 ഓടിച്ചാൽ നിങ്ങൾക്ക് 41, 45, 50 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു നോർമൽ റൈഡിങ് ആണ്, ഇടയ്ക്ക് പൊളിക്കുക അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് റൈഡിങ്, സിറ്റിയിലും ട്രാഫിക്കിലൊക്കെ ഓടിക്കുക എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് 30-35 കേട്ടോ ഈ ഒരു വണ്ടിക്ക് മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ. അതൊക്കെയാണ് ഒരു ആവറേജ് മൈലേജ് നമുക്ക് കിട്ടുക, നമ്മൾ 30-35. അതിന് മേളിലേക്കൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, പയ്യെ നല്ല രീതിയിൽ വണ്ടിക്ക് എന്താ പറയുക, വണ്ടി അറിയരുത് നമ്മൾ വണ്ടി ഓടിക്കണം എന്നുള്ള കാര്യം. അങ്ങനെയൊക്കെ ഓടിച്ചാൽ നമുക്ക് ഇപ്പോൾ 10-40 ഒക്കെ കിട്ടും, 45 ആ റേഞ്ചൊക്കെ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഗിയർ ബോക്സും ക്ലച്ച് അത്യാവശ്യം ഒരു മിഡ് റേഞ്ചാണ്, അത് അത്ര സോഫ്റ്റോ അത്ര ഹാർഡും അല്ല. ഗിയർ ബോക്സ് ആയാലും അത്യാവശ്യം പ്രിസൈസ് ആണ്, നല്ല ഗിയർ ബോക്സ് ആണ്, നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, സ്ലിപ്പർ ക്ലച്ചോ കാര്യങ്ങളോ ഒന്നുമേ ഇല്ല. പിന്നെ ടാങ്ക് കപ്പാസിറ്റി ആ ഒരു 13 ലിറ്റേഴ്സ് ആയപ്പോഴത്തേക്കും നമ്മുടെ റേഞ്ച് കൂടി. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കുറച്ചും കൂടെ നല്ല രസത്തിൽ നമുക്ക് ഈ വണ്ടിയിൽ ടൂർ ചെയ്യാൻ പറ്റുമെന്ന്. ആ റേഞ്ച് കൂടുമ്പോൾ തന്നെ നമുക്ക് ഫ്യൂലിംഗ് സ്റ്റോപ്പ് കുറയും, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് വണ്ടിയിൽ ടൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല കാര്യമാണ് ഈ ഒരു പുതിയ വണ്ടി എനിക്ക് വന്നേക്കണം. ഹീറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ അങ്ങനെ ഹീറ്റൊന്നുമില്ല, നല്ല 59 ട്രാഫിക്കിൽ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ഹീറ്റ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫീൽ ചെയ്യും. ചിലപ്പോൾ കാലിലൊക്കെ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ ഫീൽ ചെയ്താലേ ഉള്ളൂ. വണ്ടി നമുക്ക് ഞാൻ പറഞ്ഞു ഈസി ആയിട്ട് നമുക്കൊരു 90-100 ക്രൂസ് ചെയ്യാം. പക്ഷേ 100 ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യും. വണ്ടിയിൽ നിന്ന് വൈബ്രേഷൻ കൂടുതലും ഹാൻഡിൽ ബാർ, ഫുഡ് പെഗ്സ്, ടാങ്കിൻ്റെ ഈ സൈഡിൽ നിന്നാണ് നമുക്ക് കൂടുതലും വൈബ്രേഷൻ ഫീൽ ചെയ്യണേ. സ്പീഡും RPM കയറുമ്പോൾ തോറും നമുക്ക് വൈബ്രേഷനും അതേപോലെ അത്യാവശ്യം കൂടുതൽ തോന്നും. ജസ്റ്റ് ഇവിടെ ഒന്ന് വണ്ടിയുടെ 0 to 100 കൂടെ ഒന്ന് കാണിച്ചു തരാം.
കണ്ടോ വണ്ടി 0 to 100 പെട്ടെന്ന് കയറുന്നുണ്ട്. ആ ഒരു കയറുമ്പോൾ ആ ഒരു ഫീലും ഉണ്ട് കേട്ടോ നമുക്ക്. അതേപോലെ ആ 0 to 100 നല്ല വലിച്ചങ്ങ് എടുത്തിട്ട് പോകുന്നുണ്ട് വണ്ടി. വണ്ടിയുടെ സർവീസ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 2000 rupees ആവും വണ്ടിയുടെ സർവീസ് കോസ്റ്റും കാര്യങ്ങളും. ഫസ്റ്റ് സർവീസ് 1000-ലാണ്, സെക്കൻഡ് സർവീസ് 7000-ലാണ്, 7500-ലാണ് സെക്കൻഡ് സർവീസും കാര്യങ്ങളും. ഇത് നമുക്ക് എന്താ പറയുക, ഒരു സിറ്റി ബൈക്കായിട്ട് യൂസ് ചെയ്യണം. നല്ല ഫ്ലിക്കബിൾ ആണ്. നമുക്ക് നമ്മുടെ സിറ്റിയിൽ ട്രാഫിക്കിലായാലും നല്ല രീതിയിൽ മെനൂറബിൾ ആണ്. നല്ല രീതിയിൽ നമുക്ക് ട്രാഫിക് ഫിൽട്ടർ ചെയ്യാൻ നല്ല രസം കേട്ടോ. നല്ല രസമാണ്. ആ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ പടപടയെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു, നമ്മൾ എടുത്തുകൊണ്ട് പോകണു, ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു, എടുത്തുകൊണ്ട് പോകണു. ആ ഒരു ഫൺ ടു റൈഡ് ആണ്. ട്രാഫിക്കിലൊക്കെ നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്ത് നമുക്ക് പോകാം. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. നമുക്ക് വെയിറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യാം കേട്ടോ. KTM പണ്ടേ വെയിറ്റ് അങ്ങനെ ഇല്ല, ബട്ട് ഇപ്പോഴായാലും ആ വെയിറ്റും നമുക്ക് അങ്ങനെ വലിയ വെയിറ്റും കാര്യങ്ങളും ഒന്നും തോന്നില്ല വണ്ടി ഓടിക്കുമ്പോഴായാലും. അപ്പോൾ പഴയ RCയും പുതിയ RCയുടെ വില ഏകദേശം 200 രൂപ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ഇറങ്ങിയ ടൈമിലെ വിലയെ പറ്റിയാട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇറങ്ങിയപ്പോൾ നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു 2.5 lakhs ഉണ്ട്, ഓൾമോസ്റ്റ് 2.5, 2.4, 2.5 lakhs ഉണ്ട് നമ്മുടെ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ്. ബാംഗ്ലൂർ എനിക്ക് തോന്നുന്നു 2.6 ഏകദേശം ഉണ്ടാവും. എനിക്ക് ഇന്ന് വണ്ടി വന്നേക്കണേ KTM Mekhri Circle ആണ്. അവിടെ നിന്നാണ് എനിക്ക് വണ്ടി കിട്ടിയേക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ RC200-ൻ്റെ ഒരു റൈഡ് വീഡിയോ, ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ബെല്ലൈക്കിൻ്റെ ഞെക്കാം. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഔട്ട് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങൾ സ്വന്തം കൊച്ചുമച്ചാൻ. ബൈ. ഒരു ഓപ്പൺ റോഡ് പോയി, പിന്നെ വന്നു. അയ്യോ, പൊക്കോ ചേട്ടാ, അറിയാണ്ട് വന്നതാ, ക്ഷമിക്കണം. ഇന്ന് ബാംഗ്ലൂർ നമ്മൾ ഫുള്ള് ഇതാട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് യു വിൽ സി ലോഡ് ഓഫ് സൂപ്പർ ബൈക്സ്. രാവിലെ ഒരു S1000 സൈഡ് പൂട്ടു എന്ന് പറഞ്ഞൊരു സാധനം പോയിണ്ടായി. ഓ അത് രസമായിരുന്നറിയാം. ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് S1000. എന്തോ ഒരു സാധനം ബാക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓ പിന്നെ എന്തൊരു സാധനം വന്നിട്ടുണ്ട്, പറന്നവന്. ആഫ്രിക്ക ട്വിൻ. ഓ നൈസ്. സൗണ്ട് ഇല്ലാത്ത ആഫ്രിക്ക ട്വിൻ. ഓ അതിൽ എക്സോസ്റ്റ് ഉണ്ട്, ഇതിന് എക്സോസ്റ്റ് ഇല്ല. എൻ്റെ മോനെ ബാക്കിൽ നിന്ന് ആ മിററിൽ കാണണമുണ്ടോ? ആ ഒരു F 6. അതാരത്? മീറ്റിയാർ. കുറേ വണ്ടികളുണ്ട് ഇന്ന്, കുറേ വണ്ടികളുണ്ട്, ഒരു രക്ഷയില്ല. എന്താ അത്? ഒരു KX അല്ലേ അത്? ഏതാണ്? KX 250. വാ. അങ്ങനെ ആശാൻ പോവുകയായി. ഇനി നമ്മുടെ റിവ്യൂ പരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ പോകണം.